ഡിസംബർ 29 മലയാള മനോരമയിൽ വന്ന വാർത്ത. ആകാശത്തും കടലിലും ദുരന്തം. 162 പേരുമായി വിമാനം കാണാതെയായി. അപകടത്തിൽപ്പെട്ടത് ഇന്തോനേഷ്യയിലെ സുരബായയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറന്ന എയർ ഏഷ്യ വിമാനം. ഇന്തോനേഷ്യയിലെ സുരബായയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് 162 പേരുമായി പറന്ന എയർ ഏഷ്യ വിമാനം ആകാശത്ത് വെച്ച് കാണാതായി. ദക്ഷിണ ചൈന കടലിലും ജാവ കടലിനുമിടയിലെ ബെലിറ്റങ് ദ്വീപിന് സമീപം കടലിൽ വിമാനം തകർന്നു വീണതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ 2 യുദ്ധവിമാനങ്ങളും 1 ഹെലികോപ്റ്ററും 11 മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. രാത്രി നിർത്തിവച്ച തിരച്ചിൽ ഇന്നു പകൽ പുനരാരംഭിക്കും. കപ്പലുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ രാത്രിയും തുടർന്നു. മലേഷ്യയുടെ 3 കപ്പലുകളും 3 വിമാനങ്ങളും കൂടി തിരച്ചിലിൽ ഇന്ന് പങ്കുചേരും. ആവശ്യമെങ്കിൽ സഹായിക്കാൻ 3 കപ്പലുകളും സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങളും ഇന്ത്യ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. വിമാനത്തിൽ 155 യാത്രക്കാരും 2 പൈലറ്റുമാരും 5 ജീവനക്കാരുമാണുള്ളത്. ഇന്ത്യക്കാർ ആരുമില്ല. 149 യാത്രക്കാരും പൈലറ്റ് ക്യാപ്റ്റൻ ഇരിയന്റോയും 5 ജീവനക്കാരും ഇന്തോനേഷ്യക്കാരാണ്. മറ്റ് യാത്രക്കാർ ദക്ഷിണ കൊറിയ 3 പേർ, സിംഗപ്പൂർ, മലേഷ്യ, ബ്രിട്ടൻ ഒരാൾ വീതം എന്നീ രാജ്യക്കാരാണ്. സഹ പൈലറ്റ് റെമി ഇമ്മാനുവൽ പ്ലെസല ഫ്രാൻസുകാരനാണ്. യാത്രക്കാരിൽ 16 കുട്ടികളും 1 കൈക്കുഞ്ഞും ഉൾപ്പെടുന്നു. വ്യോമഗതാഗത രംഗത്ത് സുരക്ഷിത യാത്രയുടെ മികച്ച പാരമ്പര്യമുള്ള എയർ ഏഷ്യ നേരിട്ട ആദ്യ അപകടമാണിത്. എയർബസ് A320-200 ഇനത്തിൽപ്പെട്ട ക്യൂസെഡ് 8501 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 5:35 ഇന്ത്യൻ സമയം പുലർച്ചെ 4:05 സുരബായയിൽ നിന്ന് പറന്നുയർന്നതാണ് വിമാനം. 35 മിനിറ്റിന് ശേഷം പ്രതികൂല കാലാവസ്ഥ കാരണം സഞ്ചാരപാത 32,000 അടിയിൽ നിന്ന് 38,000 അടി ഉയരത്തിലേക്ക് മാറ്റാൻ പൈലറ്റ് അനുമതി തേടി. ഇത് കഴിഞ്ഞ് 5 മിനിറ്റിനകം വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. തുടർന്ന് 3 മിനിറ്റിനകം വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ബെലിറ്റങ് ദ്വീപിന്റെ സമീപ മേഖലയിലുള്ളപ്പോഴാണ് വിമാനത്തിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചത്. എയർ ഏഷ്യ സിഇഒ ടോണി ഫെർണാണ്ടസ് ഇന്തോനേഷ്യയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എയർ ഏഷ്യ ദുരന്തത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ വർഷം വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കവിയും. മലേഷ്യൻ എയർലൈൻസിന്റെ ക്വാലലംപൂരിൽ നിന്നും ബെയ്ജിങ്ങിലേക്ക് വിമാനം അപ്രത്യക്ഷമാവുകയും ആംസ്റ്റർഡാമിൽ നിന്നു ക്വാലലംപൂരിലേക്കുള്ള വിമാനം അജ്ഞാതരുടെ വെടിയേറ്റ് തകരുകയും ചെയ്തതിന് പിന്നാലെയാണ് മലേഷ്യയിലെ തന്നെ സ്വകാര്യ കമ്പനിയുടെ വിമാനവും അപ്രത്യക്ഷമാവുന്നത്. 478 യാത്രക്കാരായുള്ള കപ്പലിന് തീപിടിച്ചു. റോം. ഗ്രീസിലെ പത്രാസ് തുറമുഖത്ത് നിന്ന് ഇറ്റലിയിലെ അൻകോണ തുറമുഖത്തേക്ക് 478 പേരുമായി പുറപ്പെട്ട കപ്പലിൽ വൻ അഗ്നിബാധ. ഇറ്റലി ഉപദ്വീപ് മേഖലയിലെ ബാൾക്കൻ ഉപദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന അഡ്രിയാറ്റിക് കടൽ കോർഫു ദ്വീപിനു സമീപമാണ് നോർമൻ അറ്റ്ലാന്റിക് എന്ന ഇറ്റാലിയൻ കപ്പലിനു തീപിടിച്ചത്. ജനങ്ങളുടെ യാത്രയ്ക്കൊപ്പം വാഹനങ്ങൾ കടത്താനും ഉപയോഗിക്കുന്ന ഈ കപ്പലിൽ 222 വാഹനങ്ങളും ഉണ്ടായിരുന്നു. അഡ്രിയാറ്റിക് കടലിൽ കോർഫു ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് 81 കിലോമീറ്റർ അകലെ എത്തിയപ്പോഴായിരുന്നു അപകടം. പ്രതികൂലമായ കടലും രൂക്ഷമായ കാറ്റും മഴയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. ഗ്രീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ അയച്ച ഹെലികോപ്റ്ററുകൾ ഒട്ടേറെ പേരെ രക്ഷിച്ചു. സമീപത്തുള്ള മറ്റു കപ്പലുകളിലേക്ക് യാത്രക്കാരെ മാറ്റി. രക്ഷാബോട്ടുകളിൽ നിന്നു ലൈഫ് ബോട്ടുകൾ അയച്ചെങ്കിലും
കടൽ ക്ഷോഭിച്ചിരിക്കുന്നതിനാൽ കപ്പലിലെ യാത്രക്കാർക്ക് ഇതിൽ കയറിപ്പറ്റാനായില്ല. തുടർന്നാണ് ഹെലികോപ്റ്ററുകൾ രംഗത്ത് വന്നത്. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കപ്പൽ പെട്ടെന്ന് മുങ്ങാനുള്ള സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കപ്പലിലെ വാഹനങ്ങൾ കയറ്റുന്ന താഴത്തെ തട്ടിലാണ് ആദ്യം തീ പടർന്നത്. ഇവിടുത്തെ 100 കണക്കിന് വാഹനങ്ങൾ തീപിടിച്ചതോടെ ചൂടും പുകയും അഗ്നിനാളങ്ങളും ഉയർന്നു. താഴെ തട്ടിൽ അസഹനീയമായ ചൂടായതോടെ യാത്രക്കാർ മുകൾ തട്ടിലേക്ക് കയറി. കനത്ത മഴയിലും തീ ആളിക്കത്തിയതിനു രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു.